Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. നമസ്തേ, വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഇന്ന് നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളാണ്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ മെനക്കേടൊന്നുമില്ല, പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ്. വേറെ ഒന്നുമല്ല, ഏറ്റവും കൂടുതൽ പിള്ളേർ ഇപ്പം അൽഫാം അങ്ങനെയൊക്കെ കഴിക്കുന്നത്. അങ്ങനെ കഴിക്കുന്ന കുട്ടികൾക്കൊക്കെ കഴിക്കാനും ഇഷ്ടമുള്ളതായിരിക്കും. അപ്പം ഇങ്ങോട്ട് സജഷൻ വെച്ചതാണ് ഇന്ന് നമുക്ക് വരാൻ പോകുന്ന ഗസ്റ്റ്. ആരാന്നല്ലേ? ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റ് ഡയറക്ടർ ബോബൻ സാമുവലും രശ്മി ബോബനുമാണ് വരാൻ പോകുന്നത്. രശ്മി ഇങ്ങോട്ട് എന്നോട് പറഞ്ഞ് എനിക്കിന്ന് ഗ്രിൽ ഫിഷ് മതി എന്നുള്ളത്. അപ്പോൾ ദാറ്റ് ഈസ് എ വെരി ഗുഡ് സജഷൻ. നമ്മുടെ ആനീസ് കിച്ചണിൽ നമ്മൾ ഇതുവരെ ഗ്രില്ലിനോട് വരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കൊന്ന് കഴിഞ്ഞ സീസണിനകത്ത് ഏതാണ്ട് ഒരു റെസിപ്പി നമ്മൾ ചെയ്തായിരുന്നെന്ന് തോന്നുന്നേ. അന്നേരത്തേന് 2-3 കമൻസ് വന്ന എന്നാന്നറിയാം. അന്നേരം ചോദിച്ചാൽ എന്നാന്ന് വെച്ചാൽ ഈ ഗ്രില്ലിംഗ് പാൻ ഇല്ലെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും, അതിനൊരു സജഷൻസ് കൂടി, അതിനൊരു കാര്യവും കൂടെ ചെയ്യാനാണ് ഞാനിന്ന് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിന് പേടിക്കണ്ട, അതുകൊണ്ട് അതും നമ്മൾ കണ്ടെത്തും. അല്ലാതെ നമ്മൾ ഒരു നല്ല റെസിപ്പി കിട്ടിക്കഴിഞ്ഞാലില്ലേ ഈ പറഞ്ഞ പോലെ വേണ്ടാന്ന് വെക്കുകയല്ല. ആ റെസിപ്പിയുടെ രുചിയും അതിൻ്റെ ഒക്കെ നമ്മുടെ വീടുകളിലും വേണം. ഈ പറഞ്ഞ പോലെ നമ്മൾ എന്നത്തിന് വീട്ടിൽ കൂടുതലും ആഹാരം ഉണ്ടാക്കുന്ന തന്നെ ഇതേപോലെ സ്പെഷ്യൽസ് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ഡിഷായാലും ശരി, പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നതായാലും ശരി, നമ്മൾ അമ്മമാർ ഏറ്റവും കൂടുതൽ മെനക്കെടുന്ന എന്നത്തിനാണ് അവർക്ക് വയറ് നിറച്ച് കഴിക്കാൻ വേണ്ടിയാണ് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മളൊരു പ്ലേറ്റ് മേടിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ അവർക്കിങ്ങനെ എന്താ പറയുക, 1 പീസ് 2 പീസ് എന്ന് പറഞ്ഞല്ല, വയറ് നിറച്ച് അവർ കൊതി തീരെ കഴിക്കാൻ നോക്കും അല്ലേ. അതിനാണ് നമ്മൾ ഈ ഓരോ റെസിപ്പീസൊക്കെ കണ്ടുപിടിക്കുകയും ആ റെസിപ്പി ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ വീട്ടിൽ ശ്രമിക്കുകയും ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണ് പുതിയ റെസിപ്പീസ് വരുന്നതെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. എനിക്കിനി അറിയാൻ മേല, പക്ഷേ എന്നാലും അമ്മമാർ മക്കളിലേക്ക് സ്വാർത്ഥത വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എന്നെ പോലെ ഈ പാചകത്തിൽ കൂടിയൊക്കെ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ തീരെ നമുക്ക് മേലാന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിച്ച് കഴിയുമ്പോഴാണ് പിള്ളേർ പറയുന്നത്, അമ്മ ഇത് എനിക്കൊന്ന് ട്രൈ ചെയ്ത് ഇവിടെ അമ്മയ്ക്ക് ഇതൊന്നും ഉണ്ടാക്കി തരാൻ മേലേന്നൊക്കെ ചോദിക്കുന്നത്. അന്നേരം നമ്മുടെ അമ്മമാരെന്നാ ചെയ്യുന്നത്, നമ്മുടെ വീട്ടിലുള്ള എല്ലാ കാര്യമുണ്ടോ അത് വെച്ച് നമ്മൾ അവർക്കൊരു ആ റെസിപ്പിയിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഒരിക്കലും പറയത്തില്ല. ഇന്ന് ചെയ്യാൻ പോകുന്നത് രശ്മിയുടെ സജഷൻ അനുസരിച്ച് ഗ്രിൽ ഫിഷാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്നാന്ന് വെച്ചാൽ ദശക്കട്ടിയുള്ള ഏതെങ്കിലും മീൻ മതി. ഇനിയിപ്പോൾ അതല്ല, ആ മീനൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീരെ ചെറിയ മീനൊന്നും ഒക്കത്തില്ല. ചിലപ്പോൾ ഞാൻ ഒക്കത്തില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും എന്നെക്കാട്ടിലും കഴിവുള്ള എത്രയോ അമ്മമാരുണ്ടാവും, അവർക്ക് ചിലപ്പോൾ സാധിക്കും. ഇനിയിപ്പം ഈ ഒരു മാരിനേഷൻ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കഴിവനുസരിച്ച് ഈ പറഞ്ഞ പോലെ ചെറിയ മീനെന്നില്ല വലിയ മീനെന്നില്ല നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി ഞാനൊരു റെസിപ്പി കാണിക്കുമ്പോൾ ചെറിയ മീനയിൽ തുടങ്ങാൻ പറ്റാത്തത് കൊണ്ടും അതിൻ്റെ ഒരു എല്ലാ പ്രസൻറ്റേഷനും എല്ലാം നമ്മൾ കണ്ടിട്ടാണല്ലോ നമ്മുടെ സജഷനിലേക്ക് മാറുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ വാങ്ങിച്ചു വെച്ചത് ഒരു ദശക്കട്ടിയുള്ള ഒരു മീനാണ് മേടിച്ചേക്കുന്നത്. അപ്പം ഇത് ഞാൻ ശരിക്കും നമുക്കൊരു ഫിഷ് ഫ്രൈയുടെ ലെവലിനാണ് ഞാൻ കട്ട് ചെയ്തത്. ഇനിയിപ്പോൾ അതല്ല, വട്ടത്തിൽ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം, സ്ട്രൈപ്സ് ആയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം. എങ്ങനെ ആയാലും സ്ട്രിപ്സ് പോലെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഏതാ നമുക്ക് ഇഷ്ടമുള്ള ഭാഷ അത് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് നാരങ്ങ നീര്, പിന്നെ വേണ്ടിയത് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്. ഇത് കുറച്ച് സോസ് ഞാൻ മിക്സ് ചെയ്തതാണ്. അതായത് ഒരു റെഡ് ചില്ലി സോസും പിന്നെ സോയാ സോസും. റെഡ് ചില്ലി സോസ് എത്ര വേണമെന്ന് വെച്ചാൽ ഒരു 4 ടേബിൾ സ്പൂണും, സോയാ സോസ് ഡാർക്കോ ലൈറ്റോ ആയാലും മതി, കുഴപ്പമില്ല. അത് 2 ടേബിൾ സ്പൂണും, അതായത് 4:2 അങ്ങനത്തെ കണക്ക് നമ്മൾ എടുത്തേച്ചാൽ മതി. അത് ആ അളവിനാണ് ഞാനിവിടെ ഇത് ചേർത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേണ്ടിയത് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, അതായത് കുഞ്ഞു കുഞ്ഞായിട്ടോ ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയാണ് വേണ്ടേ, അരച്ചതല്ല. പിന്നെ വേണ്ടിയത് കുറച്ച് തേന്. ഇനി ഏറ്റവും നല്ലത് ബട്ടർ നല്ലതാ, ഇല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ നല്ലതാ. ഇനിയിപ്പം മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരികയില്ല. അപ്പോൾ ഫസ്റ്റ് ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ളതാ. ഇല്ലാത്തതെന്ന് പറയുന്ന സോസ് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ സോസ് അങ്ങോട്ട് സ്റ്റോക്ക് ചെയ്യാൻ നമുക്ക് ഒത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന 3 സോസ് ഏതൊക്കെയാ, ടൊമാറ്റോ സോസ്, സോയാ സോസ്, ചില്ലി സോസ്. ഈ 3 സോസും നമ്മുടെ വീട്ടിൽ സ്റ്റോക്ക് ചെയ്താൽ ചൈനീസിൻ്റെ ഏത് സാധനവും ചെയ്യാം, ഗ്രില്ലിൻ്റെ ഏത് സാധനവും നമുക്ക് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിൽ ചെയ്തേച്ചാൽ മതി. ഇനി തേനില്ലാത്ത മിക്ക വീടുകളും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. മിക്ക വീടുകളിലും തേനുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാൻ എന്നാ പാട്. ഇനി ബട്ടർ ഇല്ലാന്ന് വിചാരിച്ചോ, ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എണ്ണയിൽ ചെയ്താലും നല്ല ടേസ്റ്റാണ്. ബട്ടർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ഫ്ലേവർ കിട്ടും എന്നല്ലാതെ വലിയ വ്യത്യാസമില്ല. പക്ഷേ എനിക്ക് ബട്ടറിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയത്.
ഇനി അതിന് പരാതിയൊന്നുമില്ല, ഈ സോസിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ എണ്ണ ഒഴിച്ച് അതൊന്ന് ഗ്രില്ല് ചെയ്തെടുത്തതെന്നും പറഞ്ഞ് പ്രശ്നമില്ല. ഇനി എന്നാ ചെയ്യേണ്ടത്, ഇത് ഗ്രിൽ പാനിൽ തന്നെ ചെയ്യുന്ന എന്നാത്തിനാണെന്നറിയോ? ആക്ച്വലി അതിൻ്റെ ഒരു മാർക്ക് ഗ്രില്ല് ചെയ്ത് വരുമ്പം അതിൻ്റെ ഒരു നമ്മൾ കാണാറില്ലേ, അതിന് ഒരു മാർക്ക് ഉണ്ടാവും, അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഇനിയിപ്പോൾ ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ വേണ്ട, നമ്മുടെ നല്ല ദോശക്കല്ലുണ്ട്, അതിനകത്തായാലും നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ, പ്രശ്നമേ ഇല്ല. അതൊന്നും ആലോചിച്ച് നമുക്ക് ടെൻഷൻ വേണ്ട. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റും ചേർക്കുന്ന കാര്യങ്ങളും അതെങ്ങനെ അതിൻ്റെ പ്രോസസ്സ്, അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കാര്യം. ബാക്കി സ്വാദാണ് അല്ലേ. പിന്നെ ഉണ്ട് അഫ്കോഴ്സ് പ്രസൻറ്റേഷനിൽ കാര്യങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പം നമുക്ക് ഇങ്ങനെയും ചെയ്ത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത ഒരു അപ്രിസിയേഷൻ എടുക്കാവുന്നതേ ഉള്ളൂ. അതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്നാലും ഞാൻ പറയാം, നമ്മൾ വീട്ടിലെ അമ്മമാരെല്ലാം അറിയാവുന്ന റെസിപ്പീസ് എല്ലാം നമ്മുടെ മക്കൾക്ക് വയറ് നിറയെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പം ഇനി നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ അല്ലേ. ഫസ്റ്റ് എന്നാ ചെയ്യണമെന്നറിയോ, ഈ മീന്, ഉപ്പ്, കുരുമുളക്, നാരങ്ങാനീര്, ഇത് ഇത്രയും ചേർത്ത് ഒന്ന് പുരട്ടി വെക്കണം. ഇത് മാത്രം പോരാ, ബാക്കി ഞാൻ പറയുന്ന സോസും കൂടെ ചേർത്ത് പുരട്ടി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ പറയുന്ന ഒരു ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് നേരം, മിനിമം ഒരു ½ ആൻ അവർ എങ്കിലും പുരട്ടി വെക്കുന്നത് നല്ലതാണ്. ഇവിടെ ആപ്പാടം നമുക്ക് കിട്ടുന്ന കുറച്ച് സമയമാണ്. ആ സമയം പുരട്ടി വെച്ച് നേരം കളയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ എന്നാ ചെയ്യും, പുരട്ടുക, വറക്കുക, ഇതേ നടക്കത്തുള്ളൂ. അപ്പം ഇനിയിപ്പോൾ ഞാൻ ഇത് പുരട്ടാനുള്ള വഴി നോക്കട്ടെ. ആദ്യം ഒരു ഇച്ചിരി ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്. ഇതൊക്കെ നമ്മുടെ എരിവ് അനുസരിച്ച് ചേർത്താൽ മതിയേ. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഇനി നമ്മുടെ ഈ പറഞ്ഞ പോലെ സോസ്, നാരങ്ങാനീര്, ഇതെല്ലാം നമുക്ക് ചേർക്കാം. ഫസ്റ്റ് ഞാനൊരു 2 സ്പൂണ് നാരങ്ങാനീര് ചേർക്കാവേ. പിന്നെ ഉള്ളത് തേന്. അതും 2 ടേബിൾ സ്പൂണോളം. ടേബിൾ സ്പൂൺ ഇല്ല, ടീസ്പൂണിൽ നിന്ന് ഒരു ഇച്ചിരി വലുത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സോയാ സോസും റെഡ് ചില്ലി സോസും കൂടെ ചേർത്തതായത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചോളൂ, ഒരു കാര്യം ചെയ്യാം, ബാർബിക്യൂ എടുത്താലും മതി. ബാർബിക്യൂ സോസായിട്ട് മേടിക്കാൻ കിട്ടും, അതായാലും മതി. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി റിഫൈൻഡ് ഓയിലും കൂടെ ഒഴിക്കാൻ പോവാണേ. ഉപ്പ് നമ്മൾ ചേർത്തു, സോസിനകത്ത് പുളിയുണ്ട്, അല്ലാതെ നാരങ്ങാനീര് ചേർത്തിട്ടുണ്ട്. എരിവിന് നമ്മൾ റെഡ് ചില്ലി ഫ്ലേക്സും ചേർത്തിട്ടുണ്ട്, കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ചെറിയ ഒരു ആ ഉപ്പ്, എരിവ്, പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഹണി ചേർത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഫ്ലേവർ ഭയങ്കര ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചിക്കനകത്തും ചെയ്യാം. ഞാൻ ഈ എടുത്ത കംപ്ലീറ്റ് സോസ് ഞാൻ ആ മീനിനകത്ത് പുരട്ടി വെച്ചു. ഇനി എന്നാന്നറിയോ, നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് വെന്ത് ആ ഒരു എന്നാ പറയുക, സോസ് ആ കംപ്ലീറ്റ്ലി ഒന്നെങ്കിൽ നമ്മുടെ കല്ലിലേക്ക് അങ്ങാവും, അല്ലെന്നുണ്ടെങ്കിൽ മീൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങാവും. അപ്പോൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് ഡ്രൈനെസ് വരും. അപ്പോൾ ആ ഡ്രൈനെസ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ കലക്കിയില്ലേ, ആ സെയിം സാധനം
നമ്മൾ ഒരു പ്രത്യേകം കുറച്ചുകൂടെ ഒന്ന് ആ സോസ് ആക്കി വെച്ചാലുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ മീനൊന്ന് വെന്ത് വാങ്ങാറാകുമ്പോഴത്തേന് ഈ സോസ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ ആ മീൻ കുറച്ചൊന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. മാത്രമല്ല ഫ്ലേവർ കംപ്ലീറ്റ് കരിഞ്ഞു പോകാത്ത രീതിയിലുള്ളത് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ അഥവാ നമ്മൾ പുരട്ടുന്ന ഈ സോസിനകത്ത് കുറച്ച് അധികം മസാല ഈ മീനിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബ്രഷ് ചെയ്താലും മതി. അപ്പോൾ ശരിക്കും ഞാനിപ്പോൾ മാരിനേഷൻ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി അധികം സമയമില്ല. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ഫ്ലെയിമേൽ നമ്മൾ ഇട്ടാൽ മതി. അതിന് റിഫൈൻഡ് ഓയിലാണ് ഞാനിപ്പോൾ അതിനകത്തോട്ട് ഇട്ടേക്കുന്നത്. പക്ഷെ ഞാനൊരു ഇച്ചിരി ബട്ടറും കൂടെ ഇട്ടേച്ച് അത് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവാം. ഇതിനകത്ത് ആക്ച്വലി മീനിന് അധികം വേവില്ല. പക്ഷെ മസാല അതിനകത്ത് പിടിച്ചോന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒത്തിരി അങ്ങോട്ട് ആയിട്ടില്ല. ഇതൊരു മിനിമം 24 hours ഇരിക്കുകയാണെങ്കിൽ ഇത് ബെസ്റ്റാണ് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഒരു ½ an hour മിനിമം വേണം. ഇത് രണ്ടും നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നത്, ബട്ടർ ഇതിനകത്തോട്ട് തേച്ച് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഗ്രില്ല് ചെയ്ത് ആ സോസ് തേച്ച് കൊടുക്കാം. ഇതിനകത്ത് ഇച്ചിരി സോസ് കുറവാണ്, പക്ഷെ എന്നാലും ഞാൻ വേറെ കുറച്ച് സോസ് ആക്കിയിട്ട് അത് വേവുന്ന അനുസരിച്ച് ഒരുപാട് വേവിച്ചങ്ങ് മീൻ വറുക്കുന്ന പോലെ ആക്കല്ലേ. ആ മീൻ ഒന്ന് സോഫ്റ്റ് ആയിരിക്കണം എപ്പോഴും, എന്നാലേ ഗ്രിൽ ഫിഷൊക്കെ കഴിക്കാനായിട്ട് എപ്പോഴും ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ഒത്തിരി ലോ ഫ്ലെയിമേലായിട്ടിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്നാവുമല്ല. കുറച്ചു നേരം ഒന്ന് അടച്ചിടാമെങ്കിൽ അത് നല്ലതാ. ഈ പറഞ്ഞ പോലെ മീനിന് വേവ് അധികം ഇല്ല. മാക്സിമം 5 to 7 minutes മതി എന്നാ പറയുന്നത്. അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ ഇതിനെ വറുത്തെടുക്കുന്നതും ബ്രഷ് ഇട്ട് ഒരു സോസ് തേക്കുന്നതും ഒക്കെ. അതിനെ ഇട്ടേച്ച് എങ്ങോട്ടും പോവരുത്. തീരെ ലോ ഫ്ലെയിം, അതായത് ഇതിപ്പം ഹൈ ഫ്ലെയിമിന്റെ ലോ ആ ചെയ്തേക്കുന്നത്. അതല്ല ഇതേപോലത്തെ കുഞ്ഞടുപ്പാന്നേൽ വലിയ പ്രയാസമില്ല. പക്ഷെ ഞാൻ വെച്ചേക്കുന്ന ദോശക്കാൽ ഇച്ചിരി ഇരുമ്പും ചട്ടി, അതൊരിച്ചിരി കട്ടിയുള്ളതും ചൂട് ഒരുപാടുള്ളതുമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി ശ്രദ്ധിച്ചോണം. പെട്ടെന്ന് മീൻ വേവാനും ആ സോസ് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. സ്ലോ ആയിട്ടേ നമുക്ക് ഒരു ഗ്രിൽ ഫിഷ് ചെയ്യാനൊക്കത്തുള്ളൂ. ചിക്കൻ അങ്ങനെയല്ല, കുറച്ചുകൂടി നമുക്ക് അതിനിട്ടേച്ച് പോവാം. പക്ഷെ മീൻ ഒക്കത്തില്ല, അതിൻ്റെ കൂടെ നിന്നേ ഒക്കത്തുള്ളൂ. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ്, സോർട്ടഡ് വെജിറ്റബിൾസ്, കുറച്ച് സാലഡ്, അല്ലെങ്കിൽ ഒരു ഗാർലിക് ബ്രെഡ്, അല്ലെങ്കിൽ ബ്രെഡ് സാധാ മുറിച്ചതോ എന്ത് കൂട്ടി വേണമെങ്കിലും ഇത് കഴിക്കാം. കുറച്ച് ഹെൽത്തി ആണ്. ബട്ടർ ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ ആണ്. എല്ലാ ഡോക്ടേഴ്സും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബട്ടറും നെയ്യും. ഭയങ്കര ഹെൽത്തിയാണെന്നാണ് പറയുന്നത്. പിന്നെ അത് ഡോക്ടേഴ്സ് എല്ലാം തരുന്നത് വെളിച്ചെണ്ണയ്ക്കാണ്. പക്ഷെ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന കുറച്ച് റിഫൈൻഡ് ചേർത്തിട്ടുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. ടേസ്റ്റ് ഇസ് ഓൾവേസ് ടേസ്റ്റ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആദ്യം ആ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, പിന്നെ നമ്മുടെ ഹെൽത്ത് അനുസരിച്ച് അതിൻ്റെ റെസിപ്പിയും ഇൻഗ്രീഡിയൻസും ഒക്കെ ഒന്ന് മാറ്റി സെയിം ടേസ്റ്റ് ആക്കി എടുക്കുക എന്നുള്ളത് നമ്മൾ അമ്മമാരുടെ എടുക്കുക അല്ലേ. അപ്പം ഇതിന് സ്ലോലി സമയമെടുക്കും. കുറച്ച് എന്നാ പറയുക, നമ്മൾ ധൃതി വെച്ചാലൊന്നും ഫിഷ് ഗ്രില്ലായി കിട്ടത്തില്ല. പക്ഷെ മീനിൻ്റെ വേവ് എന്ന് പറയുന്നത് ഒരുപാട് സമയമില്ല, ഇച്ചിരി സമയമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഒരു മീന് അടുക്കളയിൽ കയറുമ്പോൾ ഉണ്ടാവുന്ന ഒരു മണവും കാര്യങ്ങളും ഒക്കെ ഒരു ഗസ്റ്റ് വരുമ്പോൾ ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ സ്ലോ ആയിട്ട് മീന് ഗ്രില്ല് ചെയ്യുകയും ചെയ്യാം, അതിൻ്റെ കൂട്ടത്തിൽ അടുക്കള വൃത്തിയാക്കുകയും ചെയ്യാം.